ഓക്കെ, ഒരു PPT വിസിബിൾ ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ. നിങ്ങൾ MEC 407 ME 407 മെക്കാട്രോണിക്സ് കോഴ്സിൽ നിങ്ങൾക്ക് 5th മൊഡ്യൂളിൽ കുറച്ച് ഡ്രൈവ്സിൻ്റെ ടേംസ് പഠിക്കാനുണ്ട്. നിങ്ങളത് ഓൾറെഡി 5th S5 പഠിച്ചതാണ്, 5th സെമസ്റ്ററിൽ പഠിച്ചതാണ്. ബട്ട് അതിൻ്റെ കുറച്ച് മോട്ടോഴ്സ്, DC മോട്ടോർ, AC മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർ, സെർവോ മോട്ടോർ, ബ്രഷ്ലെസ് DC മോട്ടോർ, ആ കാര്യങ്ങളൊന്നും കൂടി നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 5th മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെക്കാട്രോണിക്സ് ആൻഡ് റോബോട്ടിക്സിൽ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്, അതിൽ DC, AC, ബ്രഷ്ലെസ്, സെർവോ ആൻഡ് സ്റ്റെപ്പർ മോട്ടോഴ്സ്, ഈ മോട്ടോഴ്സ് വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി നോൺ ആണ്, നിങ്ങൾ S5 പഠിച്ചതാണ്. എന്നാലും ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ടോപ്പിക്സ് ഒന്ന് നോക്കണം. ഓക്കെ, അപ്പം ഞാൻ ഈ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് എടുക്കുന്നത്, ഈ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്. ഓക്കെ, ഓക്കെ. നിങ്ങൾക്ക് പ്രിൻസിപ്പിൾ ഓഫ് DC മോട്ടോർ ഫെമിലറൈസ്ഡ് ആയിരിക്കില്ലേ? എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് DC മോട്ടോർ? ആരെയൊന്ന് റെസ്പോണ്ട് ചെയ്യോ? ഇൻഡക്ഷൻ. എന്താണ് DC മോട്ടോർ? Faraday's law of electromagnetic induction. ഓക്കെ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. മോട്ടോറിൽ എന്താണ്? മോട്ടോറിൽ ഇലക്ട്രിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി ആണ്. നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും. ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അപ്പോൾ മോട്ടോറിന്റെ ഔട്ട്പുട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് എന്താ? മെക്കാനിക്കൽ എനർജി ആണ്. അപ്പം ബേസിക് DC മോട്ടോഴ്സ് ആർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അതെന്താ പറയുന്നത്? When a current carrying conductor is placed in a magnetic field, it experiences a force. Okay, that force is called Lorentz force. എന്താണ് ഇവിടെ? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്താ? ആ കണ്ടക്ടറിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ആ ഫോഴ്സ് ആണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ആ കണ്ടക്ടറിൽ ആ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് കാണാൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്താൽ ആ പെർട്ടിക്കുലർ പ്ലേസിലുള്ള ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ആക്ടിങ് ഡയറക്ഷൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ആ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് ഒരു മെക്കാനിക്കൽ റൊട്ടേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്ത് നമ്മളിവിടെ ബേസിക് കൺസ്ട്രക്ഷൻ എന്താ? ഈ DC മോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ഈ DC ജനറേറ്റർ ഒക്കെ സിമിലർ ആണ്. നമുക്ക് ആ ഒരു റൊട്ടേഷൻ മോഷൻ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡക്ഷൻ അത് ആവശ്യമാണെങ്കിൽ അവിടെ രണ്ട് ഫാക്ടേഴ്സ് വേണം. ഫസ്റ്റ് വൺ എന്താ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം, ദെൻ ഒരു കണ്ടക്ടർ വേണം. ഓക്കെ, ദെൻ ദർ ഷുഡ് ബി എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ കണ്ടക്ടർ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആക്കി വെക്കാം, എന്നിട്ട് കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എന്താ? ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കട്ടിംഗ് ഒക്കെ വരും, ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും, EMF ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് DC ജനറേറ്ററിൽ വരുന്നത്. ഓക്കെ, ഇനി അങ്ങനെയല്ല, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യിക്കാം, എന്നിട്ട് ഈ കണ്ടക്ടേഴ്സ് സ്റ്റേഷനറി ആക്കി വെക്കാം. അതും പോസിബിൾ ആണ്. ഏതെങ്കിലും ഒന്ന് ഇൻ റിലേറ്റീവ് മോഷനിൽ വന്നാൽ മതി. കണ്ടക്ടർ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യിക്കാം. ആ ഒരു കേസിലും കണ്ടക്ടറിൽ എന്ത് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പം ഇവിടെ മോട്ടോഴ്സിൽ പറയുകയാണെങ്കിൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ് DC മോട്ടോറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. ഇവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്ത് ചെയ്യും? നമ്മളൊരു കണ്ടക്ടർ പ്ലേസ് ചെയ്യും. ആ കണ്ടക്ടർ എന്താ? കറണ്ട് ക്യാരിങ് ആയിരിക്കും. കാരണം നമ്മൾ ഇൻപുട്ട് ഇലക്ട്രിക്കൽ എനർജിയാണ് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടക്ടറിൽ കൂടെ എന്താ? ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ഉണ്ടാവും. ദെൻ ഇതെന്താ? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇന്ററാക്ഷൻ വരുന്നത്. അപ്പോൾ whenever a current carrying conductor is placed in a magnetic field, it experiences a force. അതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. സോ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ആ ആക്ടിങ് ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ആ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യും.
ഓക്കെ, ആ റൊട്ടേഷൻ മോഷൻ ആണ് നമുക്ക് ഔട്ട് സൈഡിൽ മെക്കാനിക്കൽ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് അറിയുള്ളൂ. മനസ്സിലായി. ഓക്കെ, ആ ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ലോറൻസ് ഫോഴ്സ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ F is equal to BIL and unit is Newton. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. സോ F is equal to BIL Newton, and where B is the magnetic field strength, I is the current flowing through the conductor, and L is the active length of the conductor in meters. അതൊക്കെയാണ് ആ പാരാമീറ്റേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഓപ്പറേഷൻ പറഞ്ഞു നോക്കാം. അപ്പൊ ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ DC മോട്ടോറിന്റെ ഓപ്പറേഷൻ പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് എക്സാമിന് കൂടുതലായിട്ടും DC AC മോട്ടോഴ്സിന്റെ ഒക്കെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് അതാണ് ചോദിക്കുന്നത്. പിന്നെ സ്റ്റെപ്പർ മോട്ടോറിന്റെ കേസിൽ മാത്രമേ അതിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളൂ. സ്റ്റെപ്പർ മോട്ടോർ ആണെങ്കിൽ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കണം, ആൻഡ് ഓൾസോ അതിനൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, 3 ക്ലാസിഫിക്കേഷൻ. ആ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി അതിൽ നോക്കണം. അത് നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് DC മോട്ടോർ ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഉണ്ടാവും. ഇതുപോലെയാണ് ഉണ്ടാവുക, നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഉണ്ടാവും. അതിന്റെ ഇടയിൽ എന്താ, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. നോർത്ത് ടു സൗത്ത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദം ആയിട്ടൊരു കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് സ്കീമാറ്റിക് അറേഞ്ച്മെന്റ് ആണ്. സോ ഇവിടെ ഒരു കണ്ടക്ടറെ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. ബട്ട് പ്രാക്ടിക്കൽ കേസിൽ ലാർജ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു സിംഗിൾ ലൂപ്പാണ്, ഒരു സിംഗിൾ കണ്ടക്ടറാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ കണ്ടക്ടറിന് നമ്മൾ എക്സ്റ്റേണലി എന്താ ഒരു സപ്ലൈ കൊടുക്കുന്നുണ്ട് ത്രൂ ബ്രഷസ്. ഓക്കെ, ഇവിടെ സ്ലിപ്പ് സ്പ്ലിറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ വരും, കമ്മ്യൂട്ടേറ്റർ വരും, ദെൻ ബ്രഷ് വരും. ഈ ഒരു കണ്ടക്ടറിന് ഈ എക്സ്റ്റേണലി കൊടുക്കുന്ന സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ത്രൂ ബ്രഷസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ ചോദിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തെങ്കിലും കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നുണ്ടാവും. കണ്ടക്ടറിന് എക്സ്റ്റേണലി ഒരു സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കേസിൽ എന്താ നെക്സ്റ്റ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. ഇപ്പൊ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ത്രൂ ദിസ് കണ്ടക്ടർ ലൂപ്പ്, ഈ ആർമേച്ചർ ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ എന്താ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ് ഉള്ളത്. ഓക്കെ, ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, ഇതിന്റെ ഓരോ ഏരിയയിൽ എന്താ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് ആണ് ഇവിടെ റെഡ് കളറിൽ F എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് ഡയറക്ഷനിലും ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്, കറണ്ട് ഫ്ലോയിങ് ഡയറക്ഷൻ ആണ്. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ആണ്. അത് നോർത്ത് ടു സൗത്ത് ആണ് ഡയറക്ട് ചെയ്യുന്നത്. ഈ ഗ്രീൻ കളർ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്, കറണ്ട് ഫ്ലോയിങ് ഡയറക്ഷൻ ആണ്. ആൻഡ് റെഡ് കളർ കാണിച്ചിരിക്കുന്നത് എന്താ, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. ഇനി ഇവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലായി. ഇനി അത് ഏത് ഡയറക്ഷനിലാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അത് എന്തിനാണ്, നമ്മൾ DC മോട്ടോഴ്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് DC ജനറേറ്റേഴ്സിന്റെ കേസ് ആണെങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഒബ്റ്റൈനിങ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. അവിടെ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ ഡയറക്ഷൻ കാണാൻ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ DC മോട്ടോറിൽ എന്ത് ചെയ്യുന്നു, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് അത് നമുക്ക് ആക്ട് ചെയ്യുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ നമ്മുടെ ഹാൻഡ് ഇതുപോലെ പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ പിടിക്കുക. ആൻഡ് 4 ഫിംഗർ ഡയറക്റ്റിംഗ് ടുവേർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. മിഡിൽ ഫിംഗർ എന്തായിരിക്കും, ഡയറക്റ്റിംഗ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആയിരിക്കും. ദെൻ തംബ് ഡയറക്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആയിരിക്കും. ഇതാണ് നോക്കേണ്ടത്. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആയിരിക്കും. ആൻഡ് തംബ് ഡയറക്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആയിരിക്കും. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ആൻഡ് തമ്പ് എന്താ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ
എവിടെയാണോ നമുക്ക് ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത്, ആ ഒരു ഏരിയയിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇതേപോലെ പിടിക്കുക. എന്നിട്ട് ഓരോന്നിനും അലൈൻ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് ഓരോ ഫിംഗറും അലൈൻ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് കണ്ടക്ടേഴ്സിന്റെ രണ്ട് എൻഡ് നമ്മളിപ്പം ഇവിടെ ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് ചെയ്യണം? നിങ്ങൾ 4 ഫിംഗർ ഈ ബ്ലൂ ഡയറക്ഷനിൽ അലൈൻ ചെയ്യണം. എന്തുകൊണ്ടാ? മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ ബ്ലൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ 4 ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അപ്പോൾ 4 ഫിംഗർ ഈ ബ്ലൂവിന്റെ എയറോ ഡയറക്ഷനിലേക്ക് പിടിക്കുക. ദെൻ ഈ ഗ്രീൻ നമ്മുടെ മിഡിൽ ഫിംഗർ എന്താ കറണ്ട് ഡയറക്ഷനിലേക്കാണ് ഓറിയന്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഗ്രീനിന്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ മിഡിൽ ഫിംഗർ പിടിക്കുക. ദെൻ നമ്മുടെ തമ്പ് എങ്ങോട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത് നോക്കുക. നമ്മൾ ഇതേപോലെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ഫിംഗറും 4 ഫിംഗറും ഇതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് വിൽ ബി ഡയറക്റ്റിംഗ് ടുവേർഡ്സ് ഡൗൺവേർഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നിപ്പോൾ ഇത് സ്ക്രീനിൽ പിടിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, ക്യാച്ച് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. അപ്പൊ ഈ ഒരു ഏരിയയിൽ നമുക്ക് അങ്ങനെ ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവിടെ തമ്പ് ഡൗൺവേർഡ്സ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഫോഴ്സ് എന്താ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ സെയിം ആണ്, നോർത്ത് ടു സൗത്ത് ആണ്. ബട്ട് കറന്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നേരത്തെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരുന്നു വന്നത്, ഇപ്പോഴെന്താ ഇൻ ടു ദ പ്ലെയിൻ ആണ് പോകുന്നത്. അപ്പൊ അതനുസരിച്ച് പിടിക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ എന്താ തമ്പ് ഇൻഡിക്കേറ്റിംഗ് ടുവേർഡ്സ് അപ്വേർഡ്, തമ്പ് മുകളിലേക്കായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യാം. സോ ഇവിടെയുള്ള ഫോഴ്സ് വിൽ ഡയറക്റ്റിംഗ് ടുവേർഡ്സ് അപ്വേർഡ്. ഇപ്പോഴെന്താ ഒരു കണ്ടക്ടർ ലൂപ്പിന്റെ അല്ലെങ്കിൽ ആർമേച്ചർ ലൂപ്പിന്റെ രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഡൗൺവേർഡ് ആണ്, ഈ ഒരു ഏരിയയിലാണെങ്കിൽ അപ്വേർഡ് ആണ്. സോ ദെൻ ഓട്ടോമാറ്റിക്കലി ആ കണ്ടക്ടർ വിൽ സ്റ്റാർട്ട് ടു റൊട്ടേറ്റ് അല്ലേ, രണ്ട് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ആ ഒരു കണ്ടക്ടറിന് റൊട്ടേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് റൊട്ടേറ്റ്. അങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയാണ് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യുന്നത്, ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ക്യാച്ച് ചെയ്തിട്ടുണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇതെന്താ ഇത്ര റെസ്പോൺസ് കുറവാണല്ലോ? വേറെ ആർക്കും മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓപ്പറേഷൻ ഓഫ് DC മോട്ടോർ മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക് വർക്കിംഗ് വരുന്നത്. അതിൽ നമ്മൾ ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെയാണ് സംഭവിക്കുക. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫ്ലോയിങ് ആയിരിക്കും. അതിലൊരു കണ്ടക്ടർ ഉണ്ടാവും. പ്രാക്ടിക്കൽ കേസിലാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആർമേച്ചർ വൈൻഡിങ്സ് എന്ന് പറയും. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ലൂപ്പ് സ്ട്രക്ചർ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ എന്ത് ചെയ്യും, ഈ നമ്മളിങ്ങനെ ഒരു സപ്ലൈ ഇൻപുട്ട് കറണ്ട് കൊടുക്കുന്നു, ഈ കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, രണ്ട് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ദ കണ്ടക്ടർ സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റ്. ഫസ്റ്റ് ഇതുപോലെ പാരലൽ ആയിട്ട് ഇതുപോലെ 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യും. ദെൻ അത് റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ആവും. ദെൻ അഗെയിൻ അത് 90 ഡിഗ്രിയിലേക്ക് വരും. ആ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു റൊട്ടേഷൻ വരുന്നത്. വർക്കിംഗ് ഓൺ DC മോട്ടോർ ജസ്റ്റ് ഇവിടെ പറഞ്ഞതാണ്. ദി സ്റ്റാറ്റർ കണ്ടെയ്ൻസ് മാഗ്നറ്റിക് പോൾസ് ഉണ്ടാവും ആൻഡ് ദ റോട്ടർ കൺസിസ്റ്റ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ടാവും. അതിന്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. ഇതിന്റെ സ്റ്റാറ്റർ പാർട്ട് മീൻസ് ഇവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ്സ് ആണ്. സ്റ്റാറ്ററിൽ മാഗ്നറ്റിക് പോൾസ് ഉണ്ടാവും. റോട്ടോറിൽ എന്താ ആർമേച്ചർ വൈൻഡിങ് ഉണ്ടാവും അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അതാണ് റോട്ടോർ പോർഷൻ. Okay, then by Fleming's left-hand rule, the direction of force on each conductor can be obtained. നമുക്ക് ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് ഈച്ച് ഡയറക്ഷനിലുള്ള ആ ഒരു ഫോഴ്സിന്റെ ഈച്ച് കണ്ടക്ടറിന്റെ ഈച്ച് പൊസിഷനിലുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. Then each conductor experiences a force in the same direction which tends to rotate the armature in counterclockwise direction. അതിപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ആകാം അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആകാം. അത് നമ്മൾ
അവിടെ അപ്ലൈ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ പോലെ ഇരിക്കും. ഏത് രീതിയിലാണ് കറണ്ട് കൊടുക്കുന്നത് ആ രീതിയിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന റൊട്ടേഷൻ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ കണ്ടിന്യൂ ടു റൊട്ടേറ്റ് ചെയ്ത ക്ലോക്ക് വൈസ് അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് ആണെങ്കിൽ ആന്റി ക്ലോക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഓൾ ദീസ് ഫോഴ്സസ് കളക്റ്റീവ്ലി പ്രൊഡ്യൂസ് എ ഡ്രൈവിംഗ് ടോർക്ക്. അപ്പോൾ ഈ ഓരോ ആർമേച്ചർ വൈൻഡിങ്ങിലും വരുന്ന ഈ ഫോഴ്സസ് കളക്റ്റീവ് ആയിട്ടാണ് എന്ത് ആ ഒരു മോട്ടോറിനെ ഡ്രൈവ് ചെയ്യേണ്ട ഒരു ഡ്രൈവിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡി സി മോട്ടോർ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി നോൺ ആയതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇതൊരു ജസ്റ്റ് ഒരു ഡയഗ്രാം ആണ്. ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ കേസിൽ ലാർജ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. ഇതുപോലെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരിക. നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഉണ്ടാവും. അതാണ് സ്റ്റാറ്റർ. ഡി സി മോട്ടോറിന്റെ സ്റ്റാറ്റർ ആണ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആയിട്ടുള്ള മാഗ്നറ്റിക് പോൾസ്. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്താ സർക്കുലാറിൽ എന്ത് ചെയ്യും ആർമേച്ചർ ഉണ്ടാവും. ആർമേച്ചർ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ആർമേച്ചർ കോർ ഉണ്ടാവും. കോറിൽ സ്ലോട്ട്സ് ഉണ്ടാവും. ഓക്കെ, ആ സ്ലോട്ട്സ് ഇതുപോലെ ക്രോസ് കാണിച്ചിരിക്കുന്നത് കണ്ടക്ടർ ഇൻ ടു ദ പ്ലെയിൻ ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ആ മോട്ടോറിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. സോ ഈ ക്രോസ് കാണിക്കുന്നത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. കണ്ടക്ടർ ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഈ ഡോട്ട് കാണിക്കുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. നമുക്ക് കോയിൽ ഇതിലൂടെ എൻ്റർ ചെയ്തു, ഈ ഡോട്ടിൽ കൂടെ പുറത്തേക്ക് ലീവ് ചെയ്യും. ആ ഒരു ഇതിൽ നിങ്ങൾ കോൺസെപ്റ്റ് ചിന്തിക്കുക. ഓക്കെ, അപ്പം ഇതുപോലെ ലാർജ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. ഇത് കുറേ കണ്ടക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒരു സർക്കുലാർ റോട്ടോറിൽ ആ സ്ലോട്ട്സിൽ അലൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക നോർമൽ പ്രാക്ടിക്കൽ കേസിൽ. ഓക്കെ, ഇപ്പൊ എന്താ ഈ ക്രോസ് കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഡോട്ട് കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്ന അനുസരിച്ച് എന്താ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനും ചേഞ്ചിങ് ആണ്. ഇൻ ടു ദ പ്ലെയിൻ ആണെങ്കിൽ അതൊക്കെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡയറക്ട് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണെങ്കിൽ അതൊക്കെ റൈറ്റ് സൈഡാണ് ഡയറക്ട് ചെയ്യുന്നത്. സോ രണ്ട് ഏരിയയിലും രണ്ട് പൊസിഷനിലും എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്താ ഒരു ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇവിടുന്ന് എന്ത് ചെയ്യും ഇങ്ങോട്ടേക്കൊരു ഈ ഒരു ഏരിയയിൽ ഇങ്ങോട്ടേക്കൊരു റൊട്ടേഷൻ വരും. ദെൻ ഈ ഒരു ഏരിയയിൽ എന്താ ഈ ഡയറക്ഷനിൽ ഒരു റൊട്ടേഷൻ വരും. സോ കളക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യും ഇത് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പം ഇതാണ് ഡി സി മോട്ടോഴ്സിന്റെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് വർക്കിംഗ് കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ആൻഡ് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുക. സോ നിങ്ങൾ ഇതുപോലെ ഫിഗർ വരയ്ക്കുക. അതിന്റെ സ്റ്റാർട്ടർ പാർട്ട് റോട്ടോർ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സ്റ്റാർട്ടർ മാഗ്നറ്റിക് പോൾസ് ആണ്, റോട്ടോർ വരുന്നത് ആർമേച്ചർ വൈൻഡിങ്സ് ആണ്, റൊട്ടേറ്റിംഗ് പാർട്സ്. പിന്നെന്താ പിന്നെ അതിന്റെ വർക്കിംഗ് പറയാം. വർക്കിംഗ് ആണെങ്കിൽ ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്താ കണ്ടക്ടേഴ്സ് ഇതുപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. കണ്ടക്ടേഴ്സ് ആർമേച്ചർ സ്ലോട്ട്സിലാണ് പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് വെൻ വി ആർ അപ്ലൈയിങ് എ സപ്ലൈ ടു ദ കണ്ടക്ടർ അല്ലെങ്കിൽ ആർമേച്ചർ എന്താ ഈ കണ്ടക്ടറിൽ കൂടെ കറന്റ് ഫ്ലോ ഉണ്ടാവും. അറ്റ് ദ ടൈം ദർ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഡ്യൂ ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നിങ്ങൾ എന്തായാലും അതിൽ ആ ടേം പറയണം. ദ ഡി സി മോട്ടോഴ്സ് ആർ വർക്ക്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയണം. ആ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് എന്നും പറയണം. എന്താ whenever a current carrying conductor is placed in a magnetic field it experiences a force അതും പറയണം. അപ്പൊ അതേ എഫക്ട് എന്ത് ഇവിടെ വരും. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു യൂണിഫോം ആയിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നു. സോ അതിൽ ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യും. സോ ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യും അത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഡി സി മോട്ടോർ. ഡി സി മോട്ടറിൽ വേറൊരു ടേം കൂടി നിങ്ങൾക്ക് ബൈ ചാൻസ് എക്സാമിന് ചോദിക്കാനുള്ളൊരു പോയിന്റ് ആണ് കോൺസെപ്റ്റ് ഓഫ് ബേക്ക് EMF ചോദിക്കാം. ബേക്ക് EMF അറിയോ, കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ക്യാച്ച് ആവുന്നില്ലേ, മനസ്സിലാകാണ്ടുണ്ടോ? എന്താ കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി നോൺ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ,
നമുക്ക് അതിൽ ഈ ഡി സി മോട്ടോറിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ബേക്ക് ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ബേക്ക് ഇ എം എഫ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, യൂണിഫോം ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഡി സി ജനറേറ്റർ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാം എന്താ, നമ്മൾ ഇൻപുട്ട് ആയിട്ടൊരു മെക്കാനിക്കൽ റൊട്ടേഷൻ ആണ് കൊടുക്കുക, ഔട്ട്പുട്ടിൽ ഒരു ഇലക്ട്രിക്കൽ ആണ് കിട്ടുക. ജനറേറ്ററിന്റെ കേസ്, ആ കേസിലൊക്കെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ഒരു കണ്ടക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ, ആ കണ്ടക്ടറിന്റെ മുകളിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അതും ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് പ്രിൻസിപ്പിൾ വരുന്നത്. ഓക്കെ, ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ഇനി ആ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ ഒരു ക്ലോസ്ഡ് പാത്ത് ആണെങ്കിൽ, ഒരു വോൾട്ടേജ് ഒരു ക്ലോസ്ഡ് പാത്തിൽ വരുമ്പോൾ എന്താ, അതിൽ കൂടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവും. സോ അതിൽ കൂടെ ഒരു കറന്റ് ഫ്ലോ വരും. അങ്ങനെയാണ് ഡി സി ജനറേറ്ററിൽ വരുന്നത്. അതേ കേസിന് ഇവിടെ ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഡി സി മോട്ടോർ ആണ്, ഡി സി മോട്ടോർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ബിറ്റ്വീൻ ആയിട്ട് ഒരു കണ്ടക്ടർ ഉണ്ട്, കറണ്ട് കെയറിംഗ് ആണ്. സോ ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യും. ആ ഒരു ടൈമിൽ എന്താ, രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണ്ടക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടർ എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്നുണ്ട് ഈച്ച് റൊട്ടേഷനിൽ. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിന്റെ ഉള്ളിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. Whenever there is a magnetic flux linkage, there an EMF is induced. അത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഒരു ഫ്ലക്സ് ലിങ്കേജ് വരുമ്പോൾ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു കട്ടിങ് വരുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് വരുമ്പോൾ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അതേപോലെ ഇവിടെ കണ്ടക്ടറിൽ എന്ത് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ബട്ട് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്താ, ഒപ്പോസിങ് നേച്ചർ ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സപ്ലൈ വോൾട്ടേജിന് ഒപ്പോസിങ് നേച്ചർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ബേക്ക് ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ബേക്ക് ഇ എം എഫ് ഒപ്പോസിങ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. In a DC motor, when a conductor cuts a magnetic field, an EMF will be induced in it. According to Faraday's law of electromagnetic induction, the direction of this induced EMF will be in direct opposition to the applied voltage to the motor. That's our point. Direct opposition ആണ്. In direct opposition to the applied voltage to the motor. That's why the induced EMF in a DC motor's armature is called bake EMF or counter EMF. Okay, the applied voltage must be large enough to overcome this bake EMF and so to send the current through the resistance of the armature. അപ്പോൾ എന്താ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറണ്ട് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് ഒപ്പോസിംഗ് ആയിട്ടായിരിക്കും അവിടെ ബേക്ക് ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ഷുഡ് ബി ഇനഫ് ടു കോമ്പൻസേറ്റ് ദ ബേക്ക് ഇ എം എഫ് ജനറേറ്റഡ് ഇൻ ദ മോട്ടോർ. ആ ഒരു രീതിയിലാണ് കൊടുക്കേണ്ടത്. എന്താ, അവിടെ ജനറേറ്റ് ചെയ്യുന്ന ബേക്ക് ഇ എം എഫിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും നമ്മൾ ഡി സി മോട്ടോഴ്സിന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ചിലപ്പം കോൺസെപ്റ്റ് ഓഫ് ബേക്ക് ഇ എം എഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇതെന്താ ഇങ്ങനെ 5th അവർ ആകുമ്പോഴേക്കും എല്ലാരും ഇങ്ങനെ ഡള്ളാവോ? എല്ലാം കുറെയെല്ലാം അറിയുന്നില്ല, അതുകൊണ്ട് ആ ഓക്കെ 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 ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നേ. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, ഇനി ഈ ഒരു സർക്യൂട്ട് കാണിക്കുന്നത് ബേക്ക് ഇ എം എഫ് ഇക്വലന്റ് സർക്യൂട്ട് ആണ്. എന്താ, ഇ ബി നമ്മൾ ആ ആർമേച്ചറിൽ വൈൻഡിങ്ങിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. അത് കാണിക്കുന്നതാണ്. അതിന്റെ ഇക്വേഷൻ വിൽ ബി ഈസ് ഈക്വൽ ടു 5Zn/60 × P/A. അതൊന്നും നിങ്ങൾക്ക് അത്ര ഇവിടെ ആവശ്യമില്ല, നിങ്ങൾക്ക് വർക്കിംഗ് മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എ സി മോട്ടോഴ്സ് ആണ്. ഡി സി മോട്ടോഴ്സ് എന്താണ് മനസ്സിലായി, അതിന്റെ കൺസ്ട്രക്ഷൻ അറിയാം, വർക്കിംഗ് അറിയാം. ദെൻ കംസ് ദ എ സി മോട്ടോഴ്സ്. ഓക്കെ, എ സി മോട്ടോഴ്സ് എന്താ? ആക്ച്വലി എ സി സപ്ലൈ. ഓക്കെ, ആക്ച്വലി നമുക്ക് പറഞ്ഞോളൂ എന്താ പറയാൻ വന്നേ? എ സി മോട്ടോഴ്സ് പറഞ്ഞോളൂ. ഓക്കെ, ആക്ച്വലി നമുക്ക് ഡി സി മോട്ടോറിലും ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതൊക്കെ എന്താ, ഡി സി ജനറേറ്ററിലൊക്കെ എ സി വാല്യൂ തന്നെയാണ്. ബട്ട് നമ്മൾ ബ്രഷസും സ്ലിപ്പ് ഒക്കെ വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത് ഡി സി ആക്കുക ചെയ്യാം. ഇനി എ സി മോട്ടോഴ്സ് പറയുകയാണെങ്കിൽ എന്താ, എ സി സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന മോട്ടോഴ്സ് ആണ്. അപ്പൊ നമ്മൾ സിംഗിൾ ഫേസ് അല്ലെങ്കിൽ 3 ഫേസ് എ സി സപ്ലൈ ആണ് കൊടുക്കുക. ഓക്കെ, ദെൻ മോട്ടോഴ്സിന് നമ്മൾ ജനറലി അതിന്റെ പവർ റേറ്റിംഗ് വെച്ചിട്ട്
ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലാർജ് മോട്ടോഴ്സ് ഉണ്ട്, മീഡിയം ടു സ്മോൾ മോട്ടോഴ്സ് വരും, ദെൻ മിനിയേച്ചർ മോട്ടോഴ്സ് വരും, ദാറ്റ് ഈസ് വെരി സ്മോൾ മോട്ടോഴ്സ് വരും. ഓക്കെ, അപ്പം എ സി സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന മോട്ടോഴ്സ് ആണ് എ സി മോട്ടോഴ്സ്. ആൻഡ് ക്ലാസിഫിക്കേഷൻ ഇഫ് ദേ ആർ കംസ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലാർജ് മോട്ടോഴ്സ്, ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് 3 kilowatt or more and below above 3 kilowatt ആണ് എന്ത് ലാർജ് മോട്ടോഴ്സ് പറയുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ 3 kilowatt and 50 watt ആണെങ്കിൽ they are called as medium to small motors. Okay, and less than 750 ആണെങ്കിൽ അതിനെ പെർട്ടിക്കുലർലി ഒരു പേരിൽ പറയും, ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മെഷീൻസ്. ഓക്കെ, 3 kilowatt to 50 watt ആണെങ്കിൽ they are mostly commonly called as medium to small motors. മീഡിയം മോട്ടോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്മോൾ മോട്ടോഴ്സ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ബിലോ 750 watt ആണെങ്കിൽ അവർ റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് ആ മോട്ടോഴ്സിന് പറയുന്നത് ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മോട്ടോഴ്സ് ആണ്. ഓക്കെ, ദെൻ മിനിയേച്ചർ മോട്ടോഴ്സ് വരുന്നത് ലെസ് ദാൻ 50 watt. ലെസ് ദാൻ 50 watt റേഞ്ചിലാണെങ്കിൽ അത് സ്മോൾ മോട്ടോഴ്സ് അല്ലെങ്കിൽ മിനിയേച്ചർ മോട്ടോഴ്സ് ആണ്. They are mostly used in instruments and servo mechanisms. അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ഐ സി മോട്ടോഴ്സ് മെയിൻലി എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് 2 types ഉണ്ട്, സിങ്ക്രണസ് മോട്ടോഴ്സ് ആൻഡ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. അത് പറയാം. എ സി മോട്ടോഴ്സ് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? നെക്സ്റ്റ് അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ വർക്കിങ്ങും നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് എ സിയിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി, കണ്ടക്ടർ റൊട്ടേറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടക്ടർ സ്റ്റേഷനറി, മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് ആയിരിക്കണം. ഏതെങ്കിലും ഒന്ന് വേണം. ആ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്ന സമയത്തെ അവിടെ എന്താ EMF ഇൻഡ്യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ, ലോറൻസ് ഫോഴ്സ് ഒക്കെ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മൾ മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ് വിത്തിൻ എ 3-phase സ്റ്റാറ്റർ, എ 3-phase വോൾട്ടേജ് ഇസ് പ്രൊഡ്യൂസ്ഡ്. നമ്മളിവിടെ ആക്ച്വലി പറയുകയാണെങ്കിൽ എ സി മോട്ടോഴ്സ് ബേസിക്കലി 2 types ഉണ്ട്. ഇൻഡക്ഷൻ മോട്ടോഴ്സും ഉണ്ട്, സിങ്ക്രണസ് മോട്ടോഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും കൺസ്ട്രക്ഷനിലും ചെറിയ വേരിയേഷൻ ഉണ്ട്, അതിന്റെ വർക്കിങ്ങിലും ചെറിയ വേരിയേഷൻ ഉണ്ട്. സോ അത് അതിന്റെ ആപ്ലിക്കേഷനും വേരിയിങ് ആയിരിക്കും. ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിഫറെന്റ് ഐ സി മോട്ടോഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ രണ്ട് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഈ എ സി മോട്ടോഴ്സിന്റെ കേസ് ആണെങ്കിൽ അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം 3-phase സപ്ലൈ ആണ്, RYB 3-phase സപ്ലൈ ഉണ്ട്. ആ ഒരു കേസ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത് ഈ വേവ് ഫോം 3-phase ഇൻപുട്ട് സപ്ലൈ ആണ്. നമ്മളിപ്പോ ഒരു 3-phase എ സി മോട്ടോറിന് 3-phase എ സി സപ്ലൈ കൊടുക്കുന്നു, RYB സപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ മോട്ടോറിന്റെ സ്റ്റാർട്ടർ വൈൻഡിങ്ങിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുക, കാരണം സ്റ്റാർട്ടർ ആണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അവിടെ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ എന്താ അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സെൻസ് അവിടെ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഇറ്റ്സെൽഫ് റൊട്ടേറ്റിംഗ് ആയിരിക്കും. നമ്മൾ നേരത്തെ DC മോട്ടോഴ്സിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ സ്റ്റേഷനറി മാഗ്നറ്റ്സ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉള്ളത്. ബട്ട് ഇവിടെ എന്താ സ്റ്റാർട്ടർ വൈൻഡിങ്ങിൽ നമ്മൾ 3-phase എ സി സപ്ലൈ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ടേം അറിയില്ലേ, എങ്ങനെയാണ് സ്റ്റാർട്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്? നമ്മൾ ആ സ്റ്റാർട്ടറിലെ വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്താ ആ കറണ്ട് ഒരു കണ്ടക്ടറിന്റെ ചുറ്റിയിട്ടാണ് ഉണ്ടാവുക. സോറി, ആ ഒരു വൈൻഡിങ് ഒരു കണ്ടക്ടറിന് ചുറ്റിയിട്ടാണ് ഉണ്ടാവുക. സോ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പൊ അതുപോലെയാണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മളൊരു 3-phase എ സി സപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് ഡീപ്പായിട്ട് വേണ്ട, അതൊരു വെക്ടർ ഡയഗ്രാം വെച്ചൊക്കെയാണ് പറയാം എങ്ങനെയാണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നതെന്ന്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 3-phase വൈൻഡിങ്സ് ഒരു 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റിലാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഓരോ വൈൻഡിങ്ങിലും കൂടി 3-phase സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോഴെന്താ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് വന്നു, ഇന്ററാക്റ്റീവ് വിത്ത് കണ്ടക്ടർ വന്നു. സോ അവിടെ ഒരു EMF എന്ത് ചെയ്യും, ആ കണ്ടക്ടറിലേക്ക് ഇൻഡ്യൂസ് ചെയ്യും. ആ കണ്ടക്ടർ ഒക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട് എന്താ അതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ദെൻ എന്താ കറണ്ട് ഫ്ലോ, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വന്നാൽ അവിടെ എന്താ അഗെയിൻ ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, റോട്ടോർ സ്റ്റാർട്സ് ടു റൊട്ടേറ്റ്. അങ്ങനെയാണ് ആ മോട്ടോർ ആക്ഷൻ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ?
യെസ്. ഓക്കെ, അത് നിങ്ങൾക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ എ സി മോട്ടോഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ സ്റ്റാർട്ടറിൽ സപ്ലൈ കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും, കണ്ടക്ടർ കട്ട് ചെയ്യും, കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യും, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആവും. സോ ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യും. സോ കണ്ടക്ടർ സ്റ്റാർട്ട്സ് റൊട്ടേറ്റ്. അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ക്ലാസിഫിക്കേഷൻ വെച്ച് പറയാം. AC motors mainly classified into two types, synchronous motors and induction motors. Induction motor is again classified into single phase induction motor and three phase induction motor. ആ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ കൂടുതൽ ബോധേഡ് ആവണ്ട, ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഈ രണ്ട് ടേമിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സിങ്ക്രോണസ് മോട്ടോർ ആണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഇൻഡക്ഷൻ മോട്ടോർ ആണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഫസ്റ്റ് ഇൻഡക്ഷൻ മോട്ടോർ എടുക്കാം. ഇൻഡക്ഷൻ മോട്ടോഴ്സിലും ക്ലാസിഫിക്കേഷൻ വരും, സ്ക്വിറൽ ഗേജ് വരും, സ്ലിപ്പ് റിംഗ് ടൈപ്പ് വരും. അതൊന്നും ബോധേഡ് ആവണ്ട. നമ്മുടെ ഇവിടെ സ്ക്വിറൽ ഗേജ് ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സ്ക്വിറൽ ഗേജ് ടൈപ്പ് ആണെങ്കിൽ അതിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ അതിന്റെ റോട്ടോർ ഈസ് ജസ്റ്റ് ലൈക്ക് എ സ്ക്വിറൽ ഗേജ് ആയിരിക്കും. ഇതാണ് അതിന്റെ റോട്ടോർ കാണിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഒരു സ്ക്വിറൽ ഗേജ് ആയിരിക്കും. അതിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ റോട്ടോറിൽ നമ്പർ ഓഫ് കോപ്പർ കണ്ടക്ടേഴ്സ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതൊക്കെ എൻഡ് റിംഗിൽ ഷോർട്ട് സർക്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഇൻഡക്ഷൻ മോട്ടോർസ് സ്ക്വിറൽ ഗേജ് ആണെങ്കിലും സ്ലിപ്പ് റിംഗ് ടൈപ്പ് ആണെങ്കിലും സെയിം ആണ്. ബട്ട് അതിലെ റോട്ടോറിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന വേരിയേഷൻ കൊണ്ടാണ് ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇപ്പം പറയുന്നത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ആണ്. AC മോട്ടോഴ്സ് ആണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോഴ്സും ഉണ്ട്, സിങ്ക്രണസ് മോട്ടോഴ്സും ഉണ്ട്. അതിൽ ഇൻഡക്ഷൻ മോട്ടോറാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ തന്നെ സ്ക്വിറൽ ഗേജ് ടൈപ്പ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റോട്ടോഴ്സ് ഇതുപോലെയാണ് ഉണ്ടാവുക, ജസ്റ്റ് ലൈക്ക് എ സ്ക്വിറൽ ഗേജ് ആയിരിക്കും. അതിന്റെ കൺസ്ട്രക്ഷൻ ഫീച്ചർ എന്താ, കോപ്പർ ബാർസ് ഒക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതൊക്കെ എൻഡ് റിംഗ്സിൽ ഷോർട്ട് സർക്യൂട്ടഡ് ആയിരിക്കും. ഇതുപോലെ ഷോർട്ട് സർക്യൂട്ടഡ് ആയിരിക്കും എൻഡ് റിംഗ്സിൽ. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്നർ സൈഡിൽ വെക്കുന്നത്. ഇത് മൊത്തത്തിലാണ് ഇത് മൊത്തമായിട്ടാണ് കാണിക്കുന്നത് എന്ത്, സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഒരു കൺസ്ട്രക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ചാൽ മതി. അതിന്റെ റോട്ടോറായിട്ട് ഇത് വരയ്ക്കുക, സ്ക്വിറൽ ഗേജ് റോട്ടോർ ആണ്. ഓക്കെ, അപ്പൊ എപ്പോഴാണോ ഇതുപോലെ ത്രീ ഫേസ് സപ്ലൈ ഈ സ്റ്റാർട്ടർ വൈൻഡിങ്സിൽ കൊടുക്കുന്നത്, ആ ടൈമിൽ എന്താ, ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആയി നിന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മളൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരും. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ക്വിറൽ ഗേജ് റോട്ടോർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് 50 വരെയാണല്ലേ ടൈം? ഹലോ, ഓക്കെ, 12:50 വരെയല്ലേ നിങ്ങളെ ഈ അവറിന്റെ ടൈം? ഓക്കെ, നിങ്ങൾക്ക് എന്നാൽ ആ AC മോട്ടോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്ന് എനിക്ക് അറ്റൻഡൻസ് തരുമോ? തരാം. ഓക്കെ, റോൾ നമ്പർ പറഞ്ഞോളൂ. റോൾ നമ്പർ 1. ഓക്കെ, 2. റോൾ നമ്പർ 2 ആബ്സെന്റ് ആണോ? റോൾ നമ്പർ 3. റോൾ നമ്പർ 3 ആബ്സെന്റ്. 4 ആബ്സെന്റ്. 4 ഉണ്ട്. Okay, 4 chapters. Okay, 5. Okay, 5 absent. 6. Present. Okay, 7. Present. Okay, 8. Okay, 9. 9 present. Okay, 10. Present, miss. Okay, 11. Okay, 12. 13. 13 absent. 14. Present. Okay, 15. 15 absent. 16. 15 chat absent. Okay, 16. Present. Okay, 17. Present, miss. Okay, 18. Present, miss. Okay, 19.
19. 19%. Okay. 20. Present, miss. Okay. 21. Present. Okay. 22. Present. Okay. 23. Present. Okay. 24. 24. 24 ആണ് വൈശാഖ പി. Okay. 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 25. Present, miss. 26. 27. Present, miss. Okay. 28. Present. Okay. 29. Present, miss. Okay. 30. 30. 31. 32. 32. 32. Present. Okay. 33. Present. 34. Present. 35. Present, miss. Okay. 36. Present, miss. Okay. 37. 37. 37 absent. Google Prasad. Okay. 38. Present, miss. Okay. Absentees are 2, 3, 5 present ആണോ? 2, 3, 5, 13, 37, 38. Okay. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബാക്കി പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എ സിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെ നിങ്ങൾക്ക് ബ്രഷ്ലെസ് ഡി സി മോട്ടോർ 13 ഉണ്ട്. 13 ഉണ്ടാ? ഓക്കെ. 13. 13. ഓക്കെ. 5 ആബ്സെന്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.